നിങ്ങൾ നിശബ്ദത പാലിക്കേണ്ട 6 സന്ദർഭങ്ങൾ. 1. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ. ദേഷ്യപ്പെടുമ്പോൾ വാക്കുകൾ പരുഷമായി പുറത്തു വരും. അതുകൊണ്ട് ആ സമയത്ത് ശാന്തമായിരിക്കുക. കാരണം ദേഷ്യത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നോ അവരുടെ മനസ്സ് നോവിക്കരുതെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. അവരെ മുറിപ്പെടുത്താനും ദേഷ്യം പിടിപ്പിക്കാനുമുള്ള വാക്കുകളായിരിക്കും നമ്മളിൽ നിന്ന് വരിക. നമ്മുടെ അടുത്ത ബന്ധുക്കളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും സഹോദരങ്ങളായാലും ദേഷ്യം വരുമ്പോൾ വാക്കുകൾ നിയന്ത്രണമില്ലാതെ പുറത്തു വരും. ദേഷ്യം മാറിയ ശേഷം നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ ആ ബന്ധം ശരിയാക്കാനും അവരെ സമാധാനിപ്പിക്കാനും വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഒരുപക്ഷെ നിങ്ങളുടെ നിശബ്ദത എതിരാളിയെ ചിന്തിപ്പിച്ചേക്കാം. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവനൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് കരുതി അത് നിങ്ങൾക്ക് ഗുണകരമായി മാറിയേക്കാം. ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ദേഷ്യപ്പെട്ട ഒരാൾ തന്റെ തെറ്റ് സമ്മതിച്ച് ക്ഷമ ചോദിച്ച ചരിത്രമേ ഇല്ല. കാരണം ഓരോരുത്തർക്കും അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ ആരും മാറാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനുമില്ല. പിന്നെ വെറുതെ എന്തിനാണ് ദേഷ്യപ്പെട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ശാന്തനായിരിക്കുക. 2. കഠിനമായ വിശപ്പുള്ളപ്പോൾ. വിശക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മനസ്സ് നല്ല നിലയിലായിരിക്കില്ല. അപ്പോൾ നിശബ്ദത പാലിക്കുക. പല ഓഫീസുകളിലും ഉച്ചഭക്ഷണത്തിന് തൊട്ട് മുൻപ് ജോലിക്ക് ചെന്നാൽ ജീവനക്കാർ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭക്ഷണം കഴിഞ്ഞു വന്നാൽ അവർ ശാന്തമായി ജോലി ചെയ്യും. അതുകൊണ്ട് വിശപ്പുള്ളപ്പോൾ സംസാരിക്കാതിരിക്കുക. 3. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കുമ്പോൾ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് തെറ്റായ രീതിയിലാണ് അവർ എടുക്കുന്നതെങ്കിൽ അപ്പോൾ മിണ്ടാതിരിക്കുക. കാമുകന്മാർക്കിടയിലും ദമ്പതികൾക്കിടയിലും ഇത് സംഭവിക്കാറുണ്ട്. അവർ തെറ്റായി മനസ്സിലാക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അത് തിരുത്താൻ ശ്രമിച്ചാൽ തോറ്റു പോവുകയുള്ളൂ. കാരണം ആ സമയം അവർ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട എന്നല്ല, മറിച്ച് അവർ ശാന്തമായ ഒരു മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ്. 4. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്തപ്പോൾ. നിങ്ങളുടെ സംസാരത്തിന് വിലയില്ലാത്ത സ്ഥലത്ത് വീണ്ടും സംസാരിക്കുന്നത് നിങ്ങളുടെ അന്തസ്സ് കളയുന്നതിന് തുല്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുക. 5. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. അത് പൂർണ്ണമായി കേൾക്കുക. എങ്കിൽ മാത്രമേ ആ വിഷയം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. 6. നിശബ്ദതയെ ഒരു ആയുധമായി ഉപയോഗിക്കാം. പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാര്യമാർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ദേഷ്യത്തിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കും. ദേഷ്യത്തെക്കാൾ ശക്തി നിശബ്ദതയ്ക്കുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പല പ്രശസ്തരായ വ്യക്തികളും ശാന്തരായിരിക്കുന്നത്. ദേഷ്യപ്പെട്ട് വെല്ലുവിളിച്ചൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ വിജയത്തിലൂടെ മറുപടി നൽകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ശാന്തരായിരിക്കണം എന്ന് തിരുവള്ളുവരും പറഞ്ഞിട്ടുണ്ട്. ആർഭാടങ്ങളില്ലാതെ നിശബ്ദമായ ആ ജോലി പൂർത്തിയാക്കുക. ഈ 6 സന്ദർഭങ്ങളിൽ മാത്രമല്ല, മറ്റു പലയിടത്തും നിശബ്ദത പാലിക്കുന്നത് ഗുണകരമാണ്. നിങ്ങൾ അമിതമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് മുതലെടുക്കും. എന്നാൽ നിങ്ങൾ നിശബ്ദനാണെങ്കിൽ നിങ്ങളെ അത്ര പെട്ടെന്ന് ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇതുകൂടാതെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ അറിവില്ലാത്തപ്പോൾ, മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടാത്തപ്പോൾ, നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് തോന്നുമ്പോൾ പുറമോടി സംസാരിക്കുമ്പോഴെല്ലാം നിശബ്ദത പാലിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള കൂടുതൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.